ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. താഴെ നൽകിയ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ജിയോജിബ്രയിൽ ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് 2 വര ലൈനുകൾ നിർമ്മിക്കുക. വരകൾ സംഗമിക്കുന്ന സ്ഥാനം കണ്ടെത്തി ഒരു ബിന്ദു അഥവാ പോയിന്റ് ഇൻപുട്ട് ബാർ, ശ്രദ്ധിക്കണം, ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. Construct 2 lines according to the instructions in GeoGebra and mark their point of intersection. Intersect ചെയ്യുന്ന ഭാഗത്ത് ഒരു പോയിന്റും അടയാളപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. സൂചന എന്താ? ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് x+y = 5, x-y = 1 എന്നീ വരകൾ അഥവാ ലൈൻസ് നിർമ്മിക്കുക. Use the input bar to construct the line x+y = 5 and x-y = 1. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? To find the location where the lines intersect. ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് മാർക്ക് ദ പോയിന്റ് thereby using the input bar. ഇവിടെ R ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് ബാർ. അപ്പോൾ ആ ഇൻപുട്ട് ബാർ ഉപയോഗിച്ചിട്ട് വേണം പോയിന്റ് അടയാളപ്പെടുത്താൻ. എന്നിട്ട് അത് എന്ത് ചെയ്യുക? സേവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ എന്ത് വേണം? ജിയോജിബ്ര ഓപ്പൺ ചെയ്യണം. ജിയോജിബ്ര ഓപ്പൺ ചെയ്യാൻ വേണ്ടി താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് പോവാം. ഇവിടെയായിട്ട് ജിയോജിബ്ര എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, GEO എന്ന് അടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യും. ജിയോജിബ്ര ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വലുതാക്കാൻ വേണ്ടി ഇവിടെ മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമൈസ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ ജിയോജിബ്ര. ഇവിടെ നമ്മുടെ ഓൾജിബ്ര വ്യൂ വിൻഡോ ഉണ്ട്. ഓക്കെ, അതേപോലെ താഴെ കാണുന്നതാണ് ഇൻപുട്ട് ബാർ. ഈ ഇൻപുട്ട് ബാർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ആദ്യം എന്താ പറയുന്നത്? 2 ലൈൻസ് വരയ്ക്കണം. ലൈൻസ് വരയ്ക്കാൻ ആവശ്യമായുള്ള ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് x+y = 5. അത് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി, ബുദ്ധിമുട്ടൊന്നുമില്ല. x+y = 5. x എന്ന് ടൈപ്പ് ചെയ്യുക, പ്ലസ് കൊടുക്കുക, കീബോർഡ് ഉപയോഗിച്ച് ഡയറക്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. x+y = 5 കഴിഞ്ഞു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് ആ ഇക്വേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. x+y = 5 എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ ഓൾജിബ്ര വ്യൂവിൽ വന്നിട്ടുണ്ട്. ഇനി അഥവാ ഈ ഓൾജിബ്ര വ്യൂ വിൻഡോ ഇവിടെ ഇല്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ വ്യൂവിൽ ഓൾജിബ്ര എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓൾജിബ്ര വ്യൂ വിൻഡോ ഇവിടെ വന്നോളും. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ ഒരു ലൈന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലൈന് x-y = 1, x-y = 1 അതും കൊടുത്തു. x-y = 1. ഇനി എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ 2 ലൈന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 2 ഇക്വേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില സമയത്ത് രണ്ടാമത്തെ സമവാക്യം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് x² എന്നൊക്കെ ഉള്ള രീതിയിൽ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഇവിടെ അതില്ല. ഇനി അഥവാ അങ്ങനെ വന്നാൽ എന്ത് ചെയ്താൽ മതി? ഇൻപുട്ട് ബാറിൽ നമുക്ക് സ്ക്വയർ ഒക്കെ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് അറിയോ? ജസ്റ്റ് ഇപ്പോൾ x² ആണെങ്കിൽ x എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സിമ്പിളില്ലേ, ഈ ഒരു സിമ്പിൾ കൊടുക്കുക. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ കീബോർഡിലെ 6 ഇല്ലേ, 6, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാരറ്റ് എന്നാണ് ആ സിമ്പിളിനെ പറയാം കേട്ടോ. ആ ഒരു സിമ്പിൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു സിമ്പിൾ കിട്ടും. ഇനി നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് x² എന്നാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അഥവാ ആ രീതിയിലുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ, സ്ക്വയറൊക്കെ വരുന്നതുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, സംഗമിക്കുന്ന പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്താനാണ്. ഇത് എക്സ് ആക്സിസ് ആണെന്ന് അറിയാം, ഇത് വൈ ആക്സിസ് ആണെന്ന് അറിയാം. അപ്പൊ ഈ ഒരു പോയിന്റിന്റെ സൂചക സംഖ്യ എന്താ? സൂചക സംഖ്യ, ഒരു ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എക്സ് ആക്സിസിൽ 3 ആണ് ഉള്ളത് അല്ലെ? അതേപോലെ എക്സ് ആക്സിസിൽ 3 ആണ്. അതേപോലെ തന്നെ വൈ ആക്സിസിൽ നോക്കുമ്പോൾ 2 ആണ്. അതായത് അവിടെയുള്ള ഒരു പോയിന്റിന്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് 3,2 ആയിരിക്കില്ലേ? എക്സ് ആക്സിസിൽ 3, അതേപോലെ വൈ ആക്സിസിൽ 2. അപ്പൊ ഈ സംഗമിക്കുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 3,2 ആയിരിക്കും. അപ്പൊ ആ പോയിന്റ് എങ്ങനെയാണ് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുക? പോയിന്റ് അടയാളപ്പെടുത്താൻ ഇവിടെ ഇൻപുട്ട് ബാറിൽ നമുക്കൊരു പേര് എ എന്നാണെങ്കിൽ എ എന്ന പേര് കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്ററിൽ ഞാനിവിടെ എ എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ടൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ബ്രാക്കറ്റ് ഇട്ടിട്ട് കൃത്യമായിട്ട് ആ സൂചക സംഖ്യ എത്രയായിരുന്നു? 3,2 കൊടുക്കുക. 3,2 എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് ആ പോയിന്റ് അവിടെ വന്നു. ഇന്റർസെക്ട് ചെയ്യുന്ന ആ സ്ഥലത്ത് പോയിന്റ് വന്നു. ഇവിടെ കൃത്യമായിട്ട് a = 3,2 എന്ന് കാണാം. ഇത്രയേ വേണ്ടൂ. ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ സിമ്പിൾ. ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻപുട്ട് ബാർ തന്നെ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. തയ്യാറാക്കിയ ഫയൽ exam10 products ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _cross.ggb എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യാം. ഒന്നുമില്ല, GGB ഒന്നും കണ്ട് പേടിക്കണ്ട. ഡയറക്റ്റ് ഫയലിൽ സേവ് കൊടുക്കാം, അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കാം. ഞാനിവിടെ സേവ് ആസ് കൊടുക്കുന്നു. സേവ് കൊടുക്കാം, അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കാം. ഞാനിവിടെ സേവ് ആസ് കൊടുക്കുന്നു. എവിടെ സേവ് ചെയ്യണം? ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സേവ് ഇൻ കണ്ടോ? ഇവിടെ നേരെ ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം ചൂസ് ചെയ്യാം. ഇവിടെ ഹോം ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ യൂസർ ഉണ്ടാവും. എൻ്റെ പേരിലാണ് യൂസർ ഉള്ളത്. ഓക്കെ, ഈ ഒരു ഹോമിൻ്റെ അകത്ത് നമുക്ക് എവിടെ വേണം? നമ്മളിവിടെ exam10 products എന്ന ഫോൾഡർ എടുക്കാം. exam10 products അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് പേര് കൊടുക്കേണ്ടത്. പേരെന്താ കൊടുക്കേണ്ടത്? രജിസ്റ്റർ നമ്പർ കൊടുക്കുക, _ ഇട്ട് കൊടുക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, അണ്ടർസ്കോർ ഇടാൻ അറിയാലോ, കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അണ്ടർസ്കോറിന്റെ ഈ ഒരു കീ പ്രസ് ചെയ്താൽ മതി, നമുക്ക് അണ്ടർസ്കോർ കിട്ടും. എന്നിട്ട് എന്ത് വേണം, ക്രോസ് എന്ന പേര് കൊടുക്കുക. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്രോസ്. ഇത്രയും വേണ്ടു. .ggb എന്ന എക്സ്റ്റൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അതുകൊണ്ട് ഇത്ര മാത്രം കൊടുത്താൽ മതി. ഇനി എന്ത് ചെയ്യുക, സേവ് ബട്ടൺ ഉണ്ട്, സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് ആ ഫയൽ നെയിം ഇതേപോലെ കാണാൻ പറ്റും. കണ്ടില്ലേ? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളത് കൃത്യമായിട്ട് സേവ് ചെയ്തു എന്നുള്ളതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അത് കൃത്യമായിട്ട് വന്നിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഫയൽസിൽ വരിക. ഫയൽസിൽ വന്നാൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫോൾഡർ എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറാണ്. എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിലേക്ക് വരിക. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ആ ഫയൽ നെയിം കാണാം. വേണമെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ലേ, ആ 2 ലൈന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കൃത്യമായിട്ട് ഓൾജിബ്ര വ്യൂവിൽ എല്ലാം ഇവിടെ കാണാനും പറ്റുന്നുണ്ട്. ഇത്രയും ചെയ്യാനുള്ളൂ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതിൽ നിന്ന് കിട്ടാനുള്ള 7 മാർക്കും കിട്ടും.